നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെയും മക്കളുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്ന അരവിന്ദന്റെ അടക്കം കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പൊ ചിതയ്ക്ക് തീ കൊളുത്താനായിട്ട് ഗംഗയും കാവേരിയും കൂടിയാണ് നിൽക്കുന്നത്. ആദ്യം എല്ലാവരും എതിർപ്പൊക്കെ പറഞ്ഞെങ്കിലും ഒടുവില് ജയപാലൻ പറഞ്ഞനുസരിച്ച് ഗംഗയും കാവേരിയും കൂടെ ആ കാര്യം ചെയ്യുന്നത്. അരവിന്ദന് ആൺമക്കളില്ലല്ലോ. ആൺമക്കളില്ലാത്തതുകൊണ്ട് ആൺമക്കളുടെ സ്ഥാനത്ത് നിന്ന് അവർ തന്നെ ചെയ്യുന്നത്. തങ്ങളുടെ അച്ഛന് തങ്ങൾ തന്നെ ചിരിക്ക് തീ കൊളുത്തിക്കോളാം എന്ന് പറഞ്ഞു. അല്ലായിരുന്നെങ്കിൽ പിന്നെ ഇതിനെ കൊണ്ട് ചെയ്യിക്കാനായിട്ടായിരുന്നു ഇരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. കുറെ സമയം ജയപാലനും പ്രവീണയും വിശാലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവരും പോവാണ്. ജയപാലൻ നല്ല ഒന്നാന്തരമായിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന അരവിന്ദന് ഹാർട്ട് അറ്റാക്ക് വന്നെന്നുള്ള കാര്യം ആർക്കും മനസ്സിലായില്ല. പക്ഷെ ജയപാലനല്ലേ അറിയുള്ളൂ താൻ കാരണമാന്നുള്ള കാര്യം. പക്ഷെ അഭിനയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെ മുന്നിൽ അരവിന്ദനോട് അത്ര സ്നേഹമായിരുന്നല്ലോ ജയപാലന്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അടക്കമെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി പോകുന്ന സമയത്ത് ജയപാലൻ ശാരദയോടൊക്കെ പറഞ്ഞ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് പോകുന്നത്. അതൊക്കെ ശാരദയും അവരൊക്കെ വിശ്വസിച്ചു. പക്ഷേങ്കില് കാവേരിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. തന്റെ അച്ഛൻ ഇത്ര പെട്ടെന്ന് തന്നെ വിട്ടുപോയല്ലോ എന്നൊരു ചിന്ത. അങ്ങനെ പിറ്റേ ദിവസമായി. അന്നത്തെ രാത്രിയിലാണെങ്കിൽ ആനന്ദിനെ ശരിക്കും ഉറങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കരച്ചില് ഇവിടെ തന്നെ കരച്ചില്. പിന്നീട് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചെടുത്തു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം കാവേരി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പം വിനീതാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കാരണം തലേ രാത്രി പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അഴിച്ചു മാറ്റണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടുന്ന നേതൃത്വം കൊടുക്കാണ്ട് വേറെ ആരും ആ കുടുംബത്തിലില്ല. എല്ലാവരും കരഞ്ഞു തകർന്നിരിക്കുവാണല്ലോ. പോരാത്തിന് വിനീതിനോടാണ് അരവിന്ദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം, ഒന്നിനും ഒരു കുറവ് വരുത്തിയേക്കരുത്. ഞാനിവിടെ ഇല്ലെങ്കിലും എല്ലാം നിന്റെ കൈ ഭദ്രമായിരിക്കണമെന്ന് വിനീതിനറിയാം. ഈ വീട്ടിലിപ്പോ താൻ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചെയ്യാമെന്ന്. അതുകൊണ്ട് വിനീതാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പന്തിലാർക്ക് പൈസ കൊടുക്കുന്നു, കസേരയും കാര്യങ്ങളും എല്ലാം വേണ്ട ആൾക്കാരെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കുന്നു കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോഴേക്കും കാവേരി ഇറങ്ങി വന്നു. കാവേരി വന്ന് അവിടെയൊക്കെ നോക്കുകയാണ്. പിന്നീട് കാവേരിക്ക് തോന്നി അവിടെ തന്റെ അച്ഛൻ നിൽക്കുന്നുണ്ട്. തന്റെ അച്ഛൻ വിളിക്കുന്നതായിട്ട്. അയ്യോ, അച്ഛനല്ലേ നിൽക്കുന്നേ, മോളിങ്ങ അടുത്തേക്ക് വാ, അച്ഛൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അത് കേട്ടപ്പോ കാവേരി അച്ഛാന്നും വിളിച്ചുകൊണ്ട് ഓടി അങ്ങോട്ട് പോവാണ്. വിനീത് ഇത് കണ്ടു. വിനീത് പിന്നാലെ നിന്നിച്ചു. എന്താ കാവേരി, നീ ഇതെന്താ കാണിക്കണേ? അച്ഛൻ ഇവിടെ ഉണ്ട്. എന്താ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അതെ, അമ്മാവൻ മരിച്ചു പോയില്ലേ, പിന്നെ നീ എന്താ? അപ്പോഴാണ് പെട്ടെന്ന് കാവേരിക്ക് ഒരു ബോധം ഉണ്ടായത്. കാവേരി പറഞ്ഞു, വിനീതേട്ടാ എനിക്ക് സഹിക്കുന്നില്ല. നീ ഇങ്ങനെ തുടങ്ങി എങ്ങനെയാ? ഇതേ അമ്മായിക്കും അവർക്കൊക്കെ ധൈര്യം കൊടുക്കേണ്ട നീയല്ലേ? ഈ കുടുംബത്തില് ഇത്തിരി ധൈര്യശാലി നീയല്ലായിരുന്നോ? എന്നോട് നീ ഇങ്ങനെ തളർന്നു പോയിട്ടുണ്ടെങ്കിലോ എങ്ങനെ ശരിയാവുന്നേ? എനിക്ക് പറ്റുന്നില്ല വിനീതേട്ടാ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അച്ഛനെ ഞങ്ങളിൽ നിന്ന് ഉള്ളിൽ നോവിച്ചിട്ട് പോലുമില്ല. അമ്മ ഞങ്ങളെ വടിയെടുത്ത് അടിക്കുമെങ്കിലും അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ ഞങ്ങളെ വഴക്ക് പറയാറ് പോലില്ല. ഞങ്ങളുടെ ഇഷ്ടങ്ങളായിരുന്നു അച്ഛൻ്റെ ഇഷ്ടം. എന്ത് കാണിക്കണമെന്ന് പറഞ്ഞാലും അച്ഛന് പ്രശ്നമില്ല. അതുകൊണ്ടല്ലേ ഞാൻ മരം കയറാൻ പോയപ്പോലും അച്ഛനൊന്നും പറയാറില്ല. പെൺപിള്ളേർ ഇങ്ങനെ വളരണമെന്ന് പറയും. അതുകൊണ്ടാണ് ഞാനൊക്കെ ഇത്ര ധൈര്യശാലിയായിട്ട് മാറിയത്. പക്ഷെ ആ അച്ഛനാ ഇല്ലാതായത്. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അപ്പോഴേക്കും വിനീത് പറഞ്ഞ്, ജീവിച്ചല്ലേ മതിയാവുള്ളൂ. ഇതേ ഒരാൾ പോയെന്നോർത്തുണ്ട് അതിനകത്ത് നമുക്ക് വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവോ? ഒരു കാരണവശാലും ഇല്ല. ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടേന്ന് ചോദിച്ചു. അമ്മാവൻ അത്ര ആയുസുള്ളെന്ന് കൂട്ടിയാൽ മതി. എന്നാലും അച്ഛൻ ഇന്നലെ മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കേണ്ട സമയത്തും എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു. എന്റെ അച്ഛൻ എന്നോടൊപ്പം ഉണ്ടല്ലോ എന്ന് ഓർത്ത്. വിനീത് പറഞ്ഞു, ഞാനും പ്രതീക്ഷിച്ചില്ല കാവേരി. കാരണം എന്നോട് അന്നത്തെ രാത്രിയിൽ ആ മരിക്കുന്നതിന് കുറച്ചു മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇവിടെയുള്ളവരൊക്കെ നോക്കണം, ഞാനില്ലെങ്കിലും നോക്കണമെന്ന്. പക്ഷെ അത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അത് അവസാന വാക്കുകളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു. ഈ സമയം കാവേരി വിതുമ്പി കരയാണ്. വിനീത് പറഞ്ഞ്, വിഷമിക്കണ്ട, സങ്കടപ്പെടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കാവേരിനെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് ഗംഗ പോയി അരവിന്ദന്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് ടേബിളിലേക്ക് വെക്കുവാണ്. ആ സമയത്ത് കരഞ്ഞ് കരഞ്ഞ് ശാരദ എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോയും കൂടെ കണ്ടുകഴിഞ്ഞപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റില്ല ശാരദയ്ക്ക്. ശാരദ പറഞ്ഞു, എന്നാലും അരവിന്ദേട്ടാ ഇത്ര പെട്ടെന്ന് എന്നെ ഇട്ടിട്ട് പോകണ്ടായിരുന്നു. ഞാനിനി എന്ത് ഇവരെയും കൊണ്ട്? അരവിന്ദേട്ടൻ അറിയാലോ എന്നെ കൂടെ തന്നെ ഒന്നും ചെയ്യാൻ അറിയില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലെന്ന്. അരവിന്ദേട്ടനല്ലേ ഇത്രയും കാലം എല്ലാം ചെയ്തുകൊണ്ടിരുന്നേ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യുന്നൊന്നും പറഞ്ഞതാട്ട്. പോയപ്പോ എന്നെയും കൂടെ കൊണ്ടാൻ വരായിരുന്നു പറഞ്ഞിട്ട് കരയുവാണ്. ആ സമയം ഗംഗ എഴുന്നേറ്റ് നേരെ ശാരദയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ടൊരു അമ്മ എവിടെ ഇങ്ങനെ കരഞ്ഞാലോ, എഴുന്നേക്ക്, നീ പോയിക്കോ, ഞാൻ ഇച്ചിരി സമയം കഴിയുമ്പോൾ വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗ നേരെ യമുനയൊക്കെ കിടക്കുന്ന മുറിയിലേക്ക് എന്നു.
അപ്പോഴേക്കും യമുന എഴുന്നേറ്റ് വന്ന് ഗംഗയെ കെട്ടിപ്പിടിച്ച് കരയാണ്. ചേച്ചി, എന്നാലും ഇത്ര പെട്ടെന്ന് നമ്മുടെ അച്ഛൻ പോയല്ലോ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഇന്നലെ. ചേച്ചിയുടെ കല്യാണം, പിന്നെ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കുന്നു, നമുക്ക് ടൂറ് പോകണം, എന്തൊക്കെ പ്ലാൻ നടത്തിയതാ അച്ഛനും നമ്മളെല്ലാവരും കൂടെ. എല്ലാം ഒരു നിമിഷം കൂടെ തകർന്നു പോയില്ലേന്ന് ചോദിച്ചു. ഗംഗ പറഞ്ഞു, അതെ, എൻ്റെ കല്യാണം അച്ഛൻ ഒത്തിരി സ്വപ്നം കണ്ട കാര്യമാണ്, എൻ്റെ കഴുത്തെല്ലാം മിന്നി വീഴുന്ന കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാം തകർന്നു പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല യമുനെ, ഇനി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല, നമ്മൾ ഇതിനെയൊക്കെ ഫേസ് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. യമുന പറഞ്ഞു, എനിക്കറിയില്ല ചേച്ചി എന്ത് ചെയ്യണമെന്ന്. ഒരു പക്ഷേങ്കിൽ ഇനി മുന്നോട്ടുള്ള ജീവിതം നമ്മുടെ എങ്ങനെയായിരിക്കും. സാരമില്ല, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം. നമ്മളിങ്ങനെ തളർന്നിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കില്ല. അമ്മ കണ്ടില്ലേ, അമ്മയെ ആകെപ്പാടെ തകർന്നു പോയെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം. ആ സമയത്ത് നീള അവിടെ കിടക്കുന്നുണ്ട്. നീള അതിനെ തൊട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല ചൂടുണ്ട്. പെട്ടെന്ന് യമുന പറഞ്ഞു, ചേച്ചി നല്ല ചൂടുണ്ടല്ലോ, ഇവിടെ നന്നായിട്ട് പനിക്കുന്നുണ്ട്, ഞാൻ അമ്മയെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ട വേണ്ട, അമ്മയെ വിളിക്കണ്ട, അമ്മയെ വിളിച്ചാൽ ശരിയാകത്തില്ല. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞ്, അമ്മയ്ക്ക് വിഷമാവും, അമ്മയുടെ കാര്യം അറിയാലോ, ഇനി ഇതും കൂടെ താങ്ങാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, നീ പോയി കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കുക, നമുക്ക് ഇവളെ എഴുന്നേൽപ്പിച്ച് ഇവൾക്ക് എന്തെങ്കിലും ചൂടുവെള്ളം എന്തെങ്കിലും കുടിക്കാനൊക്കെ കൊടുക്കാം, പിന്നെ നെറ്റിയെ തുണി നനച്ചിടുകയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ യമുന അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി. ഈ സമയത്ത് വല്ലാത്ത കരച്ചിൽ തന്നെയായിരുന്നു ശാരദ. അങ്ങനെ 1-2 ദിവസം അവിടെ കഴിഞ്ഞുപോയി. കർമ്മങ്ങൾ ചെയ്യേണ്ട ദിവസമായി, സഞ്ചാരത്തിന്റെ ദിവസമായി. ആ സമയത്ത് ജയപാലനും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവില് കർമ്മങ്ങളൊക്കെ നടത്താൻ തുടങ്ങണം. ആ സമയത്ത് വല്ലാത്ത കരച്ചിലൊക്കെ തന്നെയായിരുന്നു ശാരദ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിനീത് ഒരു കുടത്തിനകത്ത് അസ്ഥിയൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. കാരണം അത് ഒഴുക്കാനുള്ള അസ്ഥിക്ക. അങ്ങനെ അത് കുടം മൂടിക്കെട്ടിയ കുടം അവിടെ കൊണ്ടുവന്ന് വെച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നീള ചോദിച്ചു, എന്താ എന്താ അമ്മ ആ കുടത്തിനകത്തെന്ന് ചോദിക്കണം. ആ കേട്ടപ്പോൾ സുജാത പറഞ്ഞു, അതെ, നിന്റെ അച്ഛനെ ദയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ബാക്കിയുള്ള ഇനി അതിനകത്താന്ന് പറഞ്ഞു. അതുകൂടെ കെട്ടിച്ചപ്പോൾ നീള കരഞ്ഞു. ബാക്കി എല്ലാവരും കൂടെ കരയണം. ആ കുടം ചേർത്ത് പിടിച്ചിട്ട് വല്ലാത്തൊരു കരച്ചിലാണ് ശാരദ കരയണേ. അതുപോലെ തന്നെയായിരുന്നു ബാക്കി എല്ലാവരുടെ അവസ്ഥ. കാവേരി ആണെങ്കിലും ഗംഗയാണെങ്കിലും യമുനയാണെങ്കിലും കരച്ചില്ല. അവരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് സുജാതയ്ക്കോ അല്ലെങ്കിൽ രാധമ്മയ്ക്കോ ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. ഈ സമയം ജയപാലൻ പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയില്ലേ, കർമ്മങ്ങളൊക്കെ നടത്തി അസ്ഥിയൊക്കെ കൊണ്ട് ഒഴുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു, എങ്ങനെ, എന്നെ കൊണ്ട് സാധിക്കില്ല അരവിന്ദേട്ടാ, അരവിന്ദേട്ടൻ ഈ വീട്ടിലുണ്ടായിരിക്കണം, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കരയുവാണ്. ജയപാലൻ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല ശാരദേ, നമ്മൾ എപ്പോഴും സത്യത്തെ നമ്മൾ അംഗീകരിച്ചല്ലേ മതിയാവുള്ളൂ, ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുജാത പറഞ്ഞു, ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, എന്ത് ചെയ്യാനാന്ന് പറ, പോയില്ലേ, ഇതൊക്കെ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കും മുകളിലിരുന്ന് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ഇങ്ങനെ പൊലമിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രാധമ്മ പറഞ്ഞു, ഇതിനേക്കാളും ഭേദം ഞാൻ പോകുന്നായിരുന്നു, ഈ വയസ്സും പ്രായി ചെന്നിരിക്കുന്നതല്ലായിരുന്നോ ഞാൻ. കാവേരിയുടെ കരച്ചിൽ കണ്ടപ്പോൾ ജയപാലൻ പറഞ്ഞു, നീ എന്തിനാ കാവേരി ഇങ്ങനെ ഇത്ര കരയണേ, നീ വേണ്ട ഇവർക്ക് ആശ്വാസം പകരാനായിട്ട്, ഈ കുടുംബത്തിൽ ഇച്ചിരി ധൈര്യമുള്ള നീയല്ലേ, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെ ഇങ്ങനെ ശരിയാവുന്നേ, നീ വേണം എല്ലാം ചെയ്യാനായിട്ട്, എല്ലാവരോടൊപ്പം നിൽക്കാനെന്നൊക്കെ പറഞ്ഞു. വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ എല്ലാവരും കൂടെ ചെയ്ത് നല്ല സന്തോഷമായിട്ട് അസ്ഥി കൊണ്ട് ഒഴുക്കണം, അല്ലെങ്കിൽ ഒരു കാരണവശാലും അരവിന്ദനോട് സമാധാനം ആകത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ജയപാലൻ അങ്ങനെ അവരെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.